എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വീട്ടുകാരെ ഉപദ്രവിക്കാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട്. പാവങ്ങളാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കലാകാരന്മാർ, അതാര് തന്നെയായാലും, സിനിമാ നടന്മാരായാലും പാട്ടുകാരായാലും, അവരെ കലാകാരന്മാരെന്ന് വിളിക്കാൻ പറ്റൂല. അവര് ലഹരി ഉപയോഗിച്ചിട്ട് ആ ലഹരിപ്പുറത്ത് കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രതിഭാസങ്ങളായിട്ട് അതിനെ കാണാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ എത്ര കലാകാരന്മാരുണ്ടാവും. അവരൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ട് പാടുന്ന പാട്ടുകളെ വരികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വേടന്റെ പാട്ടിന്റെ വരികളൊന്നും ഒന്നുമല്ല. അവർ റോട്ട് ചെയ്യുന്ന നൃത്തങ്ങളൊക്കെ എത്ര മനോഹരമായ നൃത്തങ്ങളാണ്. അതൊക്കെ ജനങ്ങള് അവര് ആ കള്ളിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളായിട്ട് അവജ്ഞതയോടെ തള്ളിക്കളയാറാണ് പതിവ്. അതേപോലെ തന്നെ ഇത്തരം ആളുകളെയും അതേ രീതിയിൽ തന്നെ തള്ളിക്കളയെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ കിലോ കണക്കിന് സിന്തറ്റിക് ഡ്രഗുകളുമായിട്ട് അപ്പുറത്ത് സിനിമാ നടന്മാർ പിടിക്കപ്പെട്ടിട്ട് അവരെ ഒഴിവാക്കിയിട്ട് ഒരു ബീഡി ചുരുട്ടാൻ പോലും തികയാത്ത കഞ്ചാവുമായി ഒരുത്തനെ പിടിച്ചിട്ട് ജയിലിലിട്ടിട്ടുണ്ടെങ്കിൽ അത് അവന്റെ നിലപാടിനെ പേടിച്ചിട്ടാണ്, അവന്റെ പാട്ടിലെ വരികളെ പേടിച്ചിട്ടാണ്. കേമന്മാര് ജയിലില് വേടന്റെ കയ്യെത്തും ദൂരത്ത് പെന്നും പേപ്പറൊന്നും കൊണ്ടുവച്ചേക്കല്ലേ, അവൻ അവിടെ ഇരുന്ന് എഴുതും നല്ല മൂർച്ചയേറിയ വാക്കുകളുള്ള ഒരു പാട്ട്. ഇനിയാണ് പേടിക്കേണ്ടത് വേടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പാടാൻ പോകുന്ന പാട്ടിന്റെ വരികളെ. ഒന്നും നോക്കണ്ട. പുതിയ ആൽബം ഇറങ്ങി, കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നോ? ഇഷ്ടപ്പെട്ടു. വരികളൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി നല്ല പാട്ടുകൾ വരും, കാത്തിരിക്കുക.